നമസ്കാരം. നാം ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്ന രീതി പലതാണ്. ചിലർ ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് ചൂടാക്കി ഉപയോഗിച്ച് കഴിക്കുന്നവരുണ്ട്. ചിലപ്പോൾ തണുത്തത് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കും. ചിലത് എണ്ണ രൂപത്തിലാകും. എന്നാൽ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ സാധിക്കാത്ത ചില ഭക്ഷണ വസ്തുക്കളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എണ്ണ. എണ്ണ വീണ്ടും ചൂടാക്കുമ്പോൾ ഹൈഡ്രജനേഷൻ സംഭവിച്ച് ട്രാൻസ് ഫാറ്റായി മാറും. ഇത് കരളിന് ദോഷം വരുത്തുന്നു. രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ ഇത് ഇടയാക്കുന്നു. ഹോട്ടൽ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ചും വറുത്തതും പൊരിച്ചതുമെല്ലാം കൂടുതൽ അപകടമാകുന്നത് ഇതുകൊണ്ടാണ്. ഇവർ ഉപയോഗിച്ച ഓയിൽ വീണ്ടും വീണ്ടും ചൂടാക്കിയാണ് ഉപയോഗിക്കുന്നത്. ബാക്കി വന്ന ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് മിക്കവാറും എല്ലാ വീടുകളിലും ചെയ്യുന്ന കാര്യമാണ്. ചിലപ്പോഴൊക്കെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി 1-2 ദിവസത്തേക്ക് ഭക്ഷണം കൂടുതൽ ഉണ്ടാക്കി വെക്കാറുമുണ്ട്. ആവശ്യമുള്ളപ്പോൾ ഇതെടുത്ത് ചൂടാക്കി കഴിച്ചാൽ മതിയല്ലോ. ഇങ്ങനെ ചെയ്യുന്നത് സൗകര്യപ്രദമാണെങ്കിലും ഇടയ്ക്ക് ഇതുകൊണ്ട് പണി കിട്ടാനും സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ചോറിന്റെ കാര്യം തന്നെ എടുക്കാം. എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണമായതുകൊണ്ട് തന്നെ ചോറ് എന്തുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുകൂടാ എന്ന് പലർക്കും തോന്നാം. എന്നാൽ ചോറ് വീണ്ടും ചൂടാക്കി കഴിക്കുന്നതിലൂടെ ജീവൻ വരെ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. വേവിക്കാത്ത അരിയിൽ ഛർദി, വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ബേസിലസ് സെറിയസ് എന്ന ബാക്ടീരിയയുടെ ബീജങ്ങൾ ഉണ്ടാവാം. ചൂടിനെതിരെ പ്രതിരോധ ശേഷിയുള്ള ഇവ അരി വേവിക്കുന്ന സമയത്ത് പൂർണ്ണമായും നശിച്ചു പോകുന്നില്ല. അരി വെന്ത് ചോറായ ശേഷം അത് പുറത്തു വെച്ച് 40 മുതൽ 140 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള താപനിലയിൽ എത്തുമ്പോൾ ഈ ബാക്ടീരിയകൾ വേഗത്തിൽ പുനരുൽപാദിപ്പിക്കാൻ തുടങ്ങുന്നു. ക്ലീവ്ലാൻഡ് ക്ലിനിക്കിന്റെ കണക്കനുസരിച്ച് US-ൽ ഓരോ വർഷവും 63,400 ഭക്ഷ്യവിഷബാധകൾ ബേസിലസ് സെറിയസിൽ നിന്ന് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ചോറ് മണിക്കൂറുകളോളം പുറത്തിരിക്കുമ്പോഴാണ് ഭക്ഷ്യവിഷബാധയ്ക്കുള്ള സാധ്യത കൂടുന്നത്. റൂം ടെമ്പറേച്ചറിൽ ഏതാനും മണിക്കൂറുകൾ ഇരുന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കഴിക്കുന്നവർക്കാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. ഭക്ഷ്യവിഷബാധ ഒഴിവാക്കാൻ ചോറ് എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം. UK-യിലെ നാഷണൽ ഹെൽത്ത് സർവീസ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഭക്ഷ്യവിഷബാധ തടയാനായി മിച്ചം വരുന്ന ചോറ് 1 മണിക്കൂറിനുള്ളിൽ റെഫ്രിജറേറ്ററിൽ വെക്കണം. ഒരുമിച്ച് സൂക്ഷിക്കുന്നതിന് പകരം 2-3 പാത്രങ്ങളിലാക്കി വെക്കാം. ചോറ് വീണ്ടും ചൂടാക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്തെന്നാൽ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഒരിക്കൽ ചൂടാക്കിയ ശേഷം ആ ചോറ് തിരിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയോ വീണ്ടും ഉപയോഗിക്കുകയോ ചെയ്യരുത് എന്നതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ അരി ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യാനും സംഭരിക്കാനും വീണ്ടും ചൂടാക്കാനുമുള്ള സുരക്ഷിതമായ വഴികൾ വിവരിക്കുന്നുണ്ട്. ഭക്ഷണം തയ്യാറാക്കുന്നതിനും പാകം ചെയ്യുന്നതിനും മുമ്പായി എപ്പോഴും കൈകൾ നന്നായി കഴുകുക. ചോറ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത ശേഷം തിളപ്പിച്ചതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഒരു തവണ തിളപ്പിച്ച ഭക്ഷണം വീണ്ടും വീണ്ടും തിളപ്പിച്ച് ഉപയോഗിക്കാതിരിക്കുക.